ഹലോ ഗായ്സ്, സഞ്ജയ് വൈ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചൂണ്ടയുടെ റിവ്യൂ ആണ്. വെറും ചൂണ്ടയല്ല, റോഡ് റീല് അതെങ്ങനെ കാസ്റ്റ് ചെയ്യണമെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, ഓരോ ചൂണ്ടയ്ക്കും ഓരോ പ്രൈസാണ്. അപ്പോൾ നമ്മൾ ഇതിലേറ്റവും വില കുറഞ്ഞ ചൂണ്ടയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ചൂണ്ടയാണ്. ഇതിപ്പോൾ ഇത്രയും വള്ളി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര കടലിലൊക്കെ പോയി എറിയുമ്പോൾ ഉള്ള വള്ളിയാണ്. അപ്പോൾ ഇതെങ്ങനെ കാസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടാണ് നമ്മൾ ഇത് പിടിക്കുന്നത്. കൈ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വെക്കാം. ഇതിനിപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു ലോക്കുണ്ട്. ഈ ലോക്കിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് വെക്കണം. അപ്പോൾ ഞാൻ വെയിറ്റായിട്ട് ഒരു സാധനം വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ആ സാധനം കാണിച്ചു തരാം. നിങ്ങൾ ഈ ഫ്രോഗൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇത് ഒരു ഫ്രോഗാണ്. ഈ ഫ്രോഗിനെ നമുക്കെടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് എറിഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ഇതാണ് ആ ഫ്രോഗ്. ഈ ഫ്രോഗിനെ നേരെ നമ്മുടെ ഈ ചൂണ്ടയുടെ ലോക്ക് കണ്ടോ? ഈ ലോക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതൊന്ന് തുറക്കണം. തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു ലോക്ക് കയറ്റാൻ പറ്റും. ഇത് കയറ്റി ഇങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ അടച്ച് തിരിച്ച് നെക്കി വെച്ചാൽ മതി. ഇപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. ഇനി വേണമെങ്കിൽ നമുക്കിത് എറിയാൻ പറ്റും. ഞാനിത് എറിഞ്ഞ് കാണിച്ചു തരാം. ഫസ്റ്റ് ഗൈസ്, ആദ്യം ഈ ഒരു ഇത് കണ്ടോ? ഈ സാധനത്തിൻ്റെ ഒരു വള്ളി നമ്മൾ നേരെ ഇത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടെ ഈ ഒരു സ്റ്റിക്ക് കണ്ടോ? ഇത് നേരെ ബാക്കിലോട്ടാക്കുക. എന്നിട്ട് നമ്മൾ എറിയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഈ വിരൽ കണ്ടോ? ഈ വിരൽ നമ്മൾ വിടുമ്പോഴായിരിക്കും ഈ വള്ളി നല്ലപോലെ പോകുന്നത്. അല്ലാതെ നമ്മൾ വിട്ട് കഴിയുമ്പോൾ ആ സൈഡിലിരിക്കുന്ന ഫ്രോഗ് തന്നെ താന്നങ്ങ് പോകും. അത് ഞാൻ വിടുമ്പോൾ അത് അയിഞ്ഞ് പോകും. അതിന് കാര്യം നമ്മളിത് പിടിച്ച് വെച്ചിട്ട് എറിഞ്ഞ് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വരെ ആക്കുക. എന്നിട്ട് ഈ എൻ്റെ വിരലിൻ്റെ അവിടെ നേരെ നമ്മൾ എറിയുക. എറിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കിന് നമ്മളെ വിരൽ വിടുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ വന്ന് വീണിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ലോക്കുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലോക്ക് നേരെ നമ്മൾ നേരത്തെ ഇത് താഴ്ത്തി എറിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ കറക്കാൻ നോക്കിയത് കറങ്ങത്തില്ല. ഇത് നമ്മൾ നേരെ മുകളിലോട്ട് തന്നെ തിരിച്ചിടണം. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റായോ നോക്കണം. ഇവിടെ ഒരു ഇതുണ്ട്. ഇതിലോട്ട് കറക്റ്റായോ നോക്കിയിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ അതിൻ്റെ ഇവിടെ ആയിട്ടൊരു ഇതുണ്ട്, പെടലുണ്ട്. അപ്പോൾ ഇതിലോട്ട് പിടിച്ചിങ്ങനെ കറക്കിട്ട് വലിക്കുമ്പോഴായിരിക്കും അവിടുന്ന് ഫ്രോഗ് ഇങ്ങനെ നേരെ വരുന്നത്. അങ്ങനെ നമ്മൾ സ്പീഡിൽ കറക്കുന്നതിനനുസരിച്ച് ഫ്രോഗ് ഇങ്ങനെ കയറി പോകുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ പ്രൈസ് വരുവാണെങ്കിൽ ഇതിന് 850 ആണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചത് ഏറ്റവും ലോ പ്രൈസ് ചൂണ്ടയാണ്. ഇനി നമുക്ക് ഇച്ചിരി കൂടിയ ഒരു 2000-ൻ്റെ ഒക്കെ പ്രൈസ് വരുന്ന ചൂണ്ട നമ്മുടെ ഇതിലുണ്ട്. അത് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഈ സെയിം മെക്കാനിസം തന്നെയാണ്. രണ്ടിനും ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്. പിന്നെ ഇത് ഈ റോഡിൻ്റെ നീളം കൂടുതലായിരിക്കും. രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്യുന്നത് നമ്മൾ നേരെ ഇത് ഇങ്ങനെ ഒരു ബലം പിടിച്ച് വലിക്കുമ്പോഴേക്കും അടയും. അങ്ങനെ ഇത് ഓരോന്ന് പിടിച്ച് വലിച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ വ്യത്യാസമുണ്ട്. അതിൻ്റെ വേറെ രീതിയിലാണ് അടയ്ക്കുന്നത്. അതിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് ഊരി മാറ്റുവാണ്. അപ്പോൾ ഇത് ആദ്യം പഠിക്കുന്നവർക്കൊക്കെ പറ്റുന്നൊരു ചൂണ്ടായിട്ടാണ്. ആദ്യമേ നമ്മൾ വില കൂടിയത് വാങ്ങിച്ചാൽ നമ്മൾ പഠിക്കത്തില്ല. അല്ലാതെ പഠിക്കാൻ നേരത്തൊക്കെ ഈ ചൂണ്ടയ്ക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ വില കൂടിയത് ആദ്യമേ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് വല്ല ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആദ്യം നമ്മൾ ഇതിൽ പഠിക്കുന്നതായിരിക്കും. അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏറ്റവും വില കൂടിയതാണ്. ഇനി
ആയിട്ട് ഒരിതുണ്ട്. ഇത് നമ്മൾ ഓരോ മീൻ അടിക്കുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കും ഈ വള്ളിയുടെ. അതിങ്ങനെ പെട്ടെന്ന് വലിക്കാതിരിക്കാനാണ്. അല്ലാതെ ഇതിൻ്റെ അടിയിലായിട്ടൊരു ലോക്കുണ്ട്. ഈ ലോക്ക് നേരെ ഇട്ടാൽ നമ്മുടെ നോർമൽ ചൂണ്ടയായിട്ട് പെട്ടെന്ന് പൊക്കുകയും ഈ ഒരു മെഷീൻ അനങ്ങത്തില്ല. ഇതുണ്ട്, അനങ്ങത്തില്ല. ഇതിന് ഈ ലോക്ക് അടിയിലത്തെ ഇത് മേളോട്ടാക്കുവാണെങ്കിൽ ഇത് നേരെ അനങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതങ്ങനെ അനങ്ങത്തില്ല ഇങ്ങനെ ആക്കിയാലും. അപ്പോൾ ഇത് ഈ സെയിം മെക്കാനിസമാണ് അതിനും. ഇതിൻ്റെ പക്ഷേ ഈ വള്ളി എന്ന് പറയുമ്പോൾ ഇച്ചിരി ബലം കുറഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ളതാണ്. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ഫ്രോഗിനെ ഒന്ന് ഊരി ഞാൻ വെക്കുവാണ്. കാരണം നമ്മുടെ അടുത്ത ചൂണ്ടയ്ക്ക് ആവശ്യമായിട്ട് ഈ ഫ്രോഗുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്രോഗിനെ ഒന്ന് അയച്ചു വരും. നമുക്കിപ്പോൾ പല പല സാധനങ്ങൾ വരുന്നുണ്ട്. ഫ്രോഗ്, ഫിഷ്, അങ്ങനെ നോർമൽ കൊളുത്തൊക്കെ ഉണ്ട്. അങ്ങനത്തെ സാധനമൊക്കെയാണ് ഇത് ഇടാറുള്ളത്. നമുക്കിനി ഈ ഫ്രോഗ് ഇതിൽ നിന്ന് ഊരാം. ഇനി അടുത്ത കാണിക്കാൻ പോകുന്നത് ഈ ഒരു ചൂണ്ടയുടെ പ്രൈസ് വരുന്നത് 2000 ആണ്. ഇതിന് നല്ല നീളമുണ്ട്. ഇത് കാണിച്ചു തരാം. ഇത് നമുക്ക് പെട്ടെന്ന് നല്ല വെയിറ്റും ഉണ്ട്. ഇതും ഞാൻ തുമ്പ പറഞ്ഞ പോലെ സെയിം മെക്കാനിസമാണ്. ഇതൊക്കെ നല്ല കൂടിയ സാധനമാണ്. പിന്നെ ഈ സെയിം ലോക്ക് അതൊക്കെ വരുന്നുണ്ട്. ഇത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. നമ്മൾ ഒത്തിരി വട്ടം ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതിന് നല്ല വെയിറ്റാണ്. നമ്മുടെ കൈയൊക്കെ നല്ല വേദന. പിന്നെ മറ്റേതുപോലെയല്ല, ഇതിന് നല്ല നീളമുണ്ട് ഇതിൻ്റെ പിടിക്കൊക്കെ. അപ്പം മറ്റേതുപോലെ തന്നെ ഞാനിന്ന് എറിഞ്ഞ് കാണിച്ചു തരാം. പക്ഷേ നമ്മുടെ ഫ്രോഗും ഫിഷും ഉണ്ടെങ്കിൽ അതിലേത് വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇടുന്നത് ഒരു ഫ്രോഗാണ്. ഈ ഫ്രോഗിനെയാണ് ഞാൻ എപ്പോഴും ഇടാൻ പോകുന്നത്. ഈ ഫ്രോഗ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നെക്കുമ്പോഴത്തേക്കിന് ഇതിങ്ങനെ ചളങ്ങി പോകുന്നൊരു സാധനം. ഇവിടാണ് ഇതിൻ്റെ ഈ കൊളുത്ത് വരുന്നത്. ഇതാണ് ഇതിൻ്റെ വെയിറ്റ്. ഈ വെയിറ്റ് കൊണ്ടാണ് ഇത് പോകുന്നത്. ഇവിടെ ഇതിൻ്റെ ചെറിയൊരു ഹുക്കുണ്ട്. നമുക്കിതാദ്യം നമ്മുടെ ഈ ചൂണ്ടയുടെ കൊളുത്തിനകത്തോട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് ഗൈസ്, ഈ ചൂണ്ടയുടെ വള്ളിയിലോട്ട് നമുക്ക് ഈ കൊളുത്ത് നേരത്തെ ഇട്ട പോലെ തന്നെ വലുതാക്കുക. നമ്മൾ ലോക്കിനകത്ത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോർമൽ ഇടുന്ന പോലെ തന്നെ ഫസ്റ്റ് ഈ ഒരു വള്ളി ആദ്യം പിടിക്കുക. എന്നിട്ട് ഈ ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റീലിൻ്റെയാണ്. മറ്റേത് പ്ലാസ്റ്റിക് ആണ്. ഇത് നല്ല സ്റ്റീലാണ് ഫുള്ള്. ഇത് കാർബൺ എന്തോ ആണ്. 240 ആണ്. ഞാൻ നോർമൽ പോലെ ലോക്ക്, ഇതിൻ്റെ ടൈറ്റ്നെസ് അതൊക്കെ ഉണ്ട്. എറിഞ്ഞു. ഇപ്പം ഞാനിത് വെള്ളത്തിലാണ് കൂടുതലും നല്ല സ്പീഡ് കിട്ടുന്നത്. ഞാൻ കാണിച്ചു നോർമൽ പോലെ തിരിച്ചടിച്ചു. ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലോത്ത് ടൈപ്പാണ്. ഇത് ഞാൻ കാണിച്ചു. ഇനി ഇതിന് എന്തൊക്കെ ഐറ്റംസ് നമ്മൾ ഇതിൽ വെക്കാറുണ്ടെന്നുള്ള കാണിച്ചു തരാം. ഇത് നമുക്ക് നേരെ ഇവിടെ തന്നെ വെച്ചേക്കാം. അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഐറ്റംസ് ആണ്. ഇതെന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ കുറച്ച് സാധനങ്ങളാണ്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നുള്ളത് ഒരു ലൈറ്ററാണ്. ഈ ലൈറ്റർ എന്തിനാന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു നോർമൽ ചൂണ്ടയുടെയൊക്കെ വള്ളി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കത്രിക വെച്ച് കണ്ടിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആ ചൂണ്ടയുടെയൊക്കെ വള്ളി വരുന്നത് ഇച്ചിരി നൂലല്ല, ഒരു ക്ലോത്തിൻ്റെ ടൈപ്പ് വള്ളിയാണ്. അതൊന്നും നമ്മൾ കത്രിക വെച്ച് കണ്ടിച്ചാൽ അത് പോത്തില്ല. അതിന് പകരം നമ്മൾ ഇത്രയും ലൈറ്റർ ഉണ്ടല്ലോ, ഈ ലൈറ്റർ വെച്ചല്ലാതെ ആ ഒരു കത്രിക വെച്ച് അത് മുറിയത്തേ ഇല്ല. നമ്മൾ ഈ ലൈറ്റർ വെച്ച് കത്തിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ലൈറ്റർ വെച്ച് ഇതിനും ചെയ്യും. ഇനിയുള്ളത് ചെറിയൊരു ബോക്സാണ്. അപ്പോൾ ഈ ബോക്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിനകത്താണ് നമ്മൾ ഈ ചൂണ്ടയ്ക്കൊക്കെ വേണ്ടിയ സാധനങ്ങൾ വെക്കുന്നത്. ഒന്ന് നമ്മുടെ ഹുക്ക്, പിന്നെ നമ്മുടെ ഫ്രോഗ്, ഫിഷൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പം ഇല്ല. അത് ഞാൻ
അടുത്ത വീഡിയോ ഒക്കെ ഞാൻ ചൂണ്ടയിടാൻ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഒരു ദിവസം. നമുക്കിപ്പോൾ ഇത് വരുന്നത് ഇതിനകത്ത് 2-3 ഹുക്കാണുള്ളത് നമ്മുടെ നോർമൽ ചൂണ്ടയൊക്കെ ഇടാൻ പോകുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ ഹുക്കിൻ്റെ കൂടെയുള്ള പ്ലാസ്റ്റിക് തീറ്റകളാണ്. ഇതൊന്നും പ്ലാസ്റ്റിക്കാണ്. ഇതൊക്കെ നമുക്ക് വലിച്ച് പിന്നെ യൂസ് ചെയ്യാം. സാധാരണ ഉള്ളവരെന്ന് പറഞ്ഞ് ഈ എര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും എടുത്തിടുന്നത്. ഇത് പക്ഷേ നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇതാണ്. അങ്ങനെ ആവുകൊണ്ട് ഒരു സാധനമുണ്ട്. അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. പിന്നുള്ളത് ഒരു മീനിൻ്റെ കണ്ണിൻ്റെ ഹുക്കാണ്. ബാക്കിയുള്ള എല്ലാം നോർമൽ ഹുക്സാണ്. ഇത് മീനിൻ്റെ കണ്ണിൻ്റെ ഹുക്കാണ്. പിന്നുള്ളത് ഇതിൻ്റെ ഒരു കയറ് പോലൊരു സാധനമാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ മീനെയൊക്കെ ഹുക്ക് ചെയ്തുകൊണ്ട് വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇതവിടെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഒരു ഫിഷിങ്ങിനകത്ത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇനിയും അടുത്തടുത്ത സൂപ്പർ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. ആ വീഡിയോസൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ നമ്മൾ ചെയ്യണം. ഞാൻ അതിനനുസരിച്ച് പുതിയ ഇനിയും കുറേ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും കാണുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. എൻ്റെ ചൂണ്ടയുടെ ഒക്കെ ഇനിയും ഫിഷിംഗ് വീഡിയോസ് വരും. അങ്ങനെ കുറേ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയ്ക്ക് കാണാം. ബൈ ഗൈസ്.